കെ സുരേന്ദ്രൻ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കും. പാലക്കാട്ടെ തോൽവിയിൽ ദേശീയ നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചു. 12 മണിക്ക് മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഈ ഒരു ബി.ജെ.പിയുടെ തോൽവി, അതിൽ ഈ കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിലുള്ള ചേരിപ്പോര് നമ്മൾ കണ്ടതാണ്. നിലവിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ളതാണ് ഈ ബി.ജെ.പിയിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ഈ രാജിവെക്കാനുള്ള സാഹചര്യം? പാലക്കാട്ടെ ബി.ജെ.പിയുടെ തോൽവി വലിയ തോതിൽ ബി.ജെ.പിക്കുള്ളിൽ ചർച്ചയാണ്. കെ സുരേന്ദ്രൻ ഇതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വി മുരളീധരൻ അടക്കം കെ സുരേന്ദ്രനെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ കെ സുരേന്ദ്രനാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറുപടി പറയേണ്ടത് എന്നടക്കം പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനെ കൈയൊഴിയുന്ന സമീപനം സ്വീകരിച്ച് നമ്മൾ ഇന്നലെയാണ് കണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ സമ്മർദ്ദം സുരേന്ദ്രന് മേൽ മുറുകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാം എന്നുള്ള ഒരു സന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ദേശീയ അധ്യക്ഷൻ കൂടിയായ കേന്ദ്രമന്ത്രി JP നദ്ദയെയും അതേപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള BL സന്തോഷിനെയും ഇക്കാര്യം സുരേന്ദ്രൻ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ദേശീയ നേതൃത്വം രാജ്യസന്നദ്ധത തള്ളി എന്നുള്ള വിവരം കൂടി സുരേന്ദ്രൻ പക്ഷം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് ഇന്ന് 12 മണിക്ക് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വാർത്താ സമ്മേളനം ഇന്ന് 12 മണിക്ക് ബി.ജെ.പിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കെ സുരേന്ദ്രൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ശോഭാ സുരേന്ദ്രൻ പക്ഷം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം പാലക്കാട്ടെ തോൽവിയിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളൊരു വിമർശനവും കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിലയിൽ ഈ തോൽവി പരിശോധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കെ സുരേന്ദ്രൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ബി.ജെ.പിക്കുള്ളിലുണ്ട്. 10,000-ലധികം വോട്ടുകൾ ബി.ജെ.പിയുടേത് ചോർന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പാലക്കാട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. വലിയ പ്രതീക്ഷയിൽ ബി.ജെ.പി മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ജയിക്കുമെന്നടക്കം വലിയ അവകാശവാദവുമായി മുന്നോട്ട് പോയ തെരഞ്ഞെടുപ്പാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി അവർ 2ാം സ്ഥാനത്ത് വരുന്നുണ്ട്. നഗരസഭാ ഭരണം നിലവിൽ ബി.ജെ.പിയുടെ കൈവശമാണ്. നഗരസഭയിൽ നിന്നുൾപ്പെടെ വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ല. നഗരസഭയിൽ കൗൺസിലർമാർ ഉൾപ്പെടെ മാറി നിൽക്കുന്ന സാഹചര്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചു എന്ന് പറയുമ്പോഴും വേണ്ട നിലയിൽ വോട്ടുകൾ സമാഹരിക്കാൻ അവിടെയുള്ള സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാറിന് സാധിച്ചില്ല. അത് ബി.ജെ.പിക്കുള്ളിലെ ചേരിപ്പോരിന്റെ ഭാഗമായി തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പരാജയത്തിന്റെ കാരണം എന്താണെന്നതുകൂടി അന്വേഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. അത് ശോഭാ സുരേന്ദ്രനെ കൂടി, അല്ലെങ്കിൽ എതിർ വിഭാഗത്തെ ശോഭാ സുരേന്ദ്രൻ അനുകൂലികളെ കൂടി ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായാണ് വിലയിരുത്തേണ്ടത്. എന്തായാലും കെ സുരേന്ദ്രന്റെ രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ നിലവിൽ നാളെ സംസ്ഥാന കമ്മിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, ഉന്നതതല യോഗം ബി.ജെ.പിയുടേത് വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിലയിൽ എതിർപക്ഷം ആക്രമിക്കുന്നത് തടയുന്നതിന്റെ കൂടി ഭാഗമായാണോ കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ബി.ജെ.പിക്കുള്ളിലെ ചേരിപ്പോര് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ലതീഷ്, അതിലൊരു കാര്യം കൂടിയുണ്ട്. ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം, അത് ഈ കെ സുരേന്ദ്രന്റെ ഈ ആ ഒരു വാശിയാണ് ഈ C. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് എന്നുള്ള ഒരു അഭിപ്രായം ബി.ജെ.പിയിൽ തന്നെ ഉയർന്നിരുന്നു. അതിനെതിരെ ശോഭാ സുരേന്ദ്രൻ പക്ഷമെല്ലാം, അതുപോലെ തന്നെ സന്ദീപ് വാര്യടക്കം മുന്നോട്ട് വന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്ക്? അതിൽ ഈ കെ സുരേന്ദ്രൻ രാജിവെക്കുമോ എന്നുള്ളതിൽ ഒരു കൃത്യമായ തീരുമാനമാണ് അറിയേണ്ടതല്ലേ? തീർച്ചയായും ഇത് ഒരു എതിർ വിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെതിരെ ദേശീയ സമിതി അംഗം ശിവരാജൻ രംഗത്ത് വന്നിരുന്നു. ഒപ്പം വി മുരളീധരൻ കെ സുരേന്ദ്രനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്തുണയ്ക്കാത്ത ഒരു സമീപനം ഉണ്ടായിരുന്നു. ആ നിലയിൽ സുരേന്ദ്രൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു രക്ഷ നേടുന്നതിന്റെ കൂടി ഭാഗമായിട്ട് ആയിരിക്കണം സുരേന്ദ്രൻ ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയിലാണ് എതിർ വിഭാഗം ഈ നീക്കത്തെ കാണുന്നത്. കാരണം കെ സുരേന്ദ്രനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന്
എതിർ വിഭാഗം ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ് അനുകൂലികളും പറയുന്ന ഒരു സാഹചര്യത്തിൽ തടയിടുന്നതിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം ഇത്തരം ഒരു രാജ്യസന്നദ്ധത കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം സുരേന്ദ്രൻ ഈ രാജ്യസന്നദ്ധത അറിയിച്ചതിനൊപ്പം തന്നെ വളരെ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ തോൽവിക്ക് കാരണം ശോഭാ സുരേന്ദ്രൻ അനുകൂലികൾ അവിടെ സ്വീകരിച്ച നിലപാടാണ് എന്നതടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് കൂടി കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ബി.ജെ.പിക്കുള്ളിലെ അന്തഛിദ്രത്തിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ആ നിലയിലുള്ള ഒരു നീക്കം സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം കോഴിക്കോട് 12 മണിക്ക് നടക്കുന്നുണ്ട്. 12 മണിക്ക് വാർത്താ സമ്മേളനം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ ഏത് നിലപാട് സ്വീകരിക്കും, ഈ രാജ്യസന്നദ്ധത അറിയിച്ച അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം. ഒരുപക്ഷെ രാജിയിലേക്ക് എത്തിയാൽ അടുത്ത ഈ കെ സുരേന്ദ്രന്റെ സ്ഥാനത്തേക്ക് ഇനി ആര് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. തീർച്ചയായും അത്തരം പല വിഷയങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് അക്കാര്യത്തിലൊരു തീരുമാനം, സുരേന്ദ്രന്റെ തീരുമാനം പൂർണ്ണമായ തീരുമാനം വരേണ്ടതുണ്ട്. അത് ദേശീയ നേതൃത്വം അംഗീകരിക്കേണ്ടതുണ്ട്. ആ അംഗീകരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരാണ് അടുത്ത പ്രസിഡന്റ് ആവുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച വരും. ആ ഘട്ടത്തിലും ഈ ഒരു നിലവിലെ പ്രശ്നങ്ങൾ എന്തായാലും ആ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലടക്കം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ശരി ലതീഷ, കെ സുരേന്ദ്രൻ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. പാലക്കാട്ടെ തോൽവിയിൽ ദേശീയ നേതൃത്വത്തെ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലിനി ഒരു നിർണായക തീരുമാനം, അതുപോലെ തന്നെ കേന്ദ്രം ഇനി എന്തു പറയും, അല്ലെങ്കിൽ ദേശീയത്തിൽ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എന്നുള്ളതും അറിയേണ്ടതുണ്ട്. വിവരങ്ങളാണ് ലതീഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്.